നോസ്ട്രാഡമസ് പ്രഡിക്ഷൻ എന്താണെന്നറിയോ? കോസ്മിക് സ്റ്റോം ആൻഡ് ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ. ഇതിലെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോസ്മിക് വിൻഡ് ഫ്രം എർത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു കോസ്മിക് വിൻഡ് വന്ന് എർത്തിനെ ബാധിച്ച് ഇവിടെയുള്ള ടെക്നോളജി എല്ലാം ഡിസ്ട്രപ്റ്റ് ചെയ്യും, ഒരു ഡിസ്കണക്ട് ചെയ്യും എന്നുള്ള രീതിക്കുള്ള പ്രഡിക്ഷൻ. 500 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ടെക്നോളജിയാ ഉണ്ടായിരുന്നത് എന്നും കൂടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആലോചിച്ചോളൂ. മൂപ്പര് പ്രഡിക്റ്റ് ചെയ്തത് 500 വർഷങ്ങൾക്ക് മുമ്പാണ്, 1500 കാലഘട്ടത്തിൽ. സോ ഇപ്പോ ആ സമയത്ത് പറയാണ് ഭൂമിയിലുള്ള ഒരു ടെക്നോളജീസ് ബ്രേക്ക് ആവും ഈ ഒരു കോസ്മിക് വിൻഡ് കാരണം. ആൻഡ് ഇതുമേ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണെന്ന് അറിയോ? റീസെന്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. സണ്ണിൽ നിന്നും വരുന്ന ഒരു സോളാർ വിൻഡ് വന്നിട്ട് മേ ബി ദർ ഇസ് എ ചാൻസ് ഭൂമിയിലുള്ള എല്ലാ ടെക്നോളജീസിനും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ സോളാർ വിൻഡിന്, സണ്ണിൽ നിന്നും വരുന്ന ആ സോളാർ വിൻഡിന്. സോ ഇതുമേ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ആൻഡ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. സോ ഇപ്പൊ പറഞ്ഞ പോയിന്റുമേ മൈൻഡ് ബ്ലോയിങ് ആണ്. എങ്ങനെ 500 വർഷം മുമ്പ് ഈ ഒരു കോസ്മിക് വിൻഡിനെ കുറിച്ച് നോസ്ട്രാഡമസ് പറഞ്ഞു, അതേപോലെ എങ്ങനെ അത് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് നടത്തിയ റിസർച്ചിലൂടെയും മേ ബി ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് പറയണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രഡിക്ഷൻ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ രണ്ടെണ്ണം. ബട്ട് അതിന്റെ അടുത്തത് അതിനേക്കാൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. 7ാമത്തെ, ഗ്ലോബൽ ടെലിപ്പത്തിക് കണക്ഷൻ. A significant change in human communication will occur with emergence of a global telepathic communication, enhancing understanding, cooperation among people, fostering kindness and unity. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രഡിക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 2024 ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇന്റർനെറ്റിലാണെങ്കിൽ നമ്മളവിടെ 5G വരാൻ തുടങ്ങി. സോ ഇന്ത്യയുടെ പുറത്തെടുത്തി കഴിഞ്ഞാൽ മേ ബി അതിനേക്കാളും സ്പീഡായിട്ടുള്ള ഇന്റർനെറ്റ് ഉണ്ടാവാം. മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കമ്മ്യൂണിക്കേഷൻ വന്നാലും ഈ പ്രഡിക്ഷനിൽ പറയണത് എന്താണെന്ന് വെച്ചറിയോ? ഇതിനേക്കാളും ഒരു അനദർ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും എന്ന് 500 വർഷത്തിന് മുമ്പ് നോസ്ട്രാഡമസ് പ്രഡിക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ആലോചിക്കുക, ഇതിനേക്കാളും വലിയ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോ അത് അത്ര ട്രെൻഡ് ആയിട്ടില്ല നമ്മുടെ അവിടെ, ബട്ട് എന്നാലും അത് വരുന്നോണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് മെറ്റയുടെ മെറ്റാവേഴ്സ്, VR ഗ്ലാസ്, സ്മാർട്ട് ഗ്ലാസ്, അങ്ങനെയുള്ള കാര്യമായിക്കോട്ടെ, ആൻഡ് VR. സോ യൂഷ്വലി VR. സോ ഒരു VR കുറിച്ച് എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനുള്ളത് ഇറ്റലിയിലാണ് ആൻഡ് നിങ്ങളുള്ളത് വന്നിട്ട് ഒരു ഔട്ടർ റീജിയൻ, ഒരു ഔട്ടർ കൺട്രി വെച്ചോളൂ, ഒരു ദുബായ് ഓർ ഒരു USA എന്ന് വെച്ചോളൂ. ഇവിടെയുള്ള എനിക്ക് റിയൽ ടൈം ആയിട്ട് നിങ്ങളെ കണ്ടുകൊണ്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും വൈ ഇതിന്റെ മെറ്റാവേഴ്സ്. ഒരു VR ബോക്സ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് അനിമേഷൻ രീതിക്കുള്ള ഒരു വേൾഡ് ആണെങ്കിലും പോലും, ബട്ട് എനിക്ക് റിയൽ ടൈം ആയിട്ട് ആ റിയൽ ഫീലിംഗ്, നമ്മുടെ മൈൻഡിലുള്ള റിയൽ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഈ VR പറ്റും. സോ നോസ്ട്രാഡമസ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ടെക്നോളജിനെയാണോ പ്രെഡിക്റ്റ് ചെയ്തത് 2024 വരുമ്പോഴത്തേക്ക്? അത് ആൾറെഡി വന്നു. ഇപ്പോ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള പേര് തന്നെ മെറ്റാന്ന് മാറ്റാനുള്ള കാരണം തന്നെ ഈ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സ്മാർട്ട് ഗ്ലാസ് ആയിക്കോട്ടെ, ഗ്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റ് അടക്കം എന്താണെന്ന് ആ ഗ്ലാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയണോ. VR പോയി കഴിഞ്ഞാൽ റിയൽ വേൾഡ് ഫ്രണ്ടിൽ ഇപ്പോ ഒരു PUBG പോലുള്ള ഒരു ഗെയിം വന്നിട്ട് ഒരു 4 ഫ്രണ്ട്സ് ചേർന്ന് കളിക്കാൻ പോലുള്ള ഒരു റിയൽ ഒരു ഇൻസിഡന്റ് നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ മൈൻഡിലേക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ലെവലാണ് ഈ VR ഗെയിം ഓർ മെറ്റാവേഴ്സിനകത്തുള്ളത്. ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സോ നോസ്ട്രാഡമസ് അതാണോ പ്രെഡിക്റ്റ് ചെയ്തത്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ആൻഡ് വത്തിക്കാൻ വിൽ ബി ചേഞ്ച്. സോ ഇത് വന്നിട്ട് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ളതാണ്. നമ്മുടെ പോപ്പ് എല്ലാവർക്കും അറിയായിരിക്കാം. അവര് വന്ന് 2 റീസൺ കാരണം ചേഞ്ച് ആവാം. ഒന്ന് വന്നിട്ട് മൂപ്പർ തന്നെ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് വേറൊരാൾ കൊടുക്കണു, അല്ല എന്നുണ്ടെങ്കിൽ അവരിനെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു, വേറൊരു പോപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അത് 2024 സംഭവിക്കും എന്ന് നോസ്ട്രാഡമസ് പ്രഡിക്ഷനിൽ ഉണ്ട്. സോ ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോണില്ല, ബിക്കോസ് ഇത് പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ട് വരുന്നത് കൊണ്ട്. സോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ബട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് നടന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. സോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂ.
ആൻഡ് ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ 8 പ്രഡിക്ഷൻ കണ്ടു, മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ കണ്ടു. ആൻഡ് ഒരു 2 പ്രഡിക്ഷൻ കൂടെ ബോണസ് ആയിട്ട് നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യൻ റൂളർ വിൽ റൈസ് ഫ്രം ദിസ് പ്ലേസ് വേർ 3 ഓഷ്യൻസ് മീറ്റ്. 3 ഓഷ്യൻസ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയോ? വേണമെങ്കിൽ നമുക്ക് കന്യാകുമാരി എന്ന് പറയാം, ഓർ കേരള തമിഴ്നാടും പറയാം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയാം. ഇവിടെയാണ് 3 ഓഷ്യൻസ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്ന് ഒരു ഇമ്മോർട്ടൽ റൂളർ, ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ആയിട്ട് ഈ ലോകത്തിന് മുന്നേ എത്തും എന്ന് 500 വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രാഡമസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ആ ലീഡർ നിങ്ങളായിരിക്കാം, ഞാനായിരിക്കാം, നമുക്ക് ചുറ്റുള്ള ആര് വേണമെങ്കിൽ ആയിരിക്കാം. ബട്ട് ഇതൊരു ഇന്ത്യ ടാർഗറ്റ് ചെയ്ത്, ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കൂടെ ആയിരുന്നു. സോ ഇതുവരെ നമുക്ക് അത് ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് മേ ബി ഇൻ കമ്മിങ് ഡേയ്സ് അത് നമുക്ക് കാണാൻ. ഇത് 2024 പറയുന്ന ഒരു പ്രഡിക്ഷൻ അല്ല, 21st സെഞ്ചുറി എന്ന് കോമൺ ആയിട്ട്, അതായത് 2000 to 2999 ഇതിന്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒരു ഇമ്മോർട്ടൽ ലീഡർ ഈ വേൾഡിൽ തന്നെ റൂൾ ചെയ്യും. സോ അത് ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് അറിയോ? മൂപ്പരുടെ മരണത്തിനെ കുറിച്ച്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതായത് മൂപ്പര് ഒരു ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജർ ആയത് കൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ജ്യോത്സ്യം എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ കാണാം. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് ജൂലൈ 1, 1966 അവരുടെ വീട്ടിൽ വരുന്ന വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരോട് പറയണോ ഞാൻ നാളെ ഉണ്ടാവില്ല, നാളെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല, നിങ്ങളെ കാണാനായിട്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ, അവര് വിസിറ്റേഴ്സ് വന്നിട്ട് എന്ത് വിചാരിക്കണം വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ മേ ബി അവർക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും, ഓർ നാളെ മേ ബി ലീവ് ആയിരിക്കാം, എവിടെയെങ്കിലും പോവാനായിരിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് നാളെ ഉണ്ടാവണം എന്ന് പറയുന്നത്. മേ ബി അനദർ ഡേ വന്ന് മീറ്റ് ചെയ്യാന്ന് പറയണം. ബട്ട് ആക്ച്വലി മൂപ്പര് സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നാണ്. അവിടെ ആ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഷോക്ക്. മൂപ്പരുടെ മരണം തന്നെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്ത് മരിച്ചു പോയ ഒരാളാണ് നോസ്ട്രാഡമസ്. 500 വർഷങ്ങൾക്ക് മുമ്പ്. ആ മരിക്കണ സമയത്ത് മൂപ്പരുടെ വയസ്സ് 66. അത്ര വലിയ അസുഖങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ബട്ട് ഈ എന്തോ മൂപ്പര് ഇത് ചരിത്രത്തിൽ എഴുതിയ ഒരു കാര്യം കൂടിയായിരുന്നു. നോസ്ട്രാഡമസ് തന്റെ മരണം പ്രെഡിക്റ്റ് ചെയ്ത് കൃത്യമായി മരിച്ചു പോയ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ഈ നോസ്ട്രാഡമസിന്റെ പ്രഡിക്ഷൻസ് ഓരോന്നും കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായ ഒരു ഗൂസ് ബംപ്സ് ഓർ ഇംപോസിബിൾ, ഇത് നടക്കുകയല്ല ബട്ട് എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, മേ ബി ഒരു കോയിൻസിഡൻസ്, ഈ 3 റിയാക്ഷനിൽ എനിക്ക് ഏതാ തോന്നുന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ആൻഡ് എനിക്ക് ഭയങ്കര 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ 2 കാര്യം, ആ എർത്ത് ക്യൂക്കിനെ കുറിച്ച് പറഞ്ഞത്, അത് കറക്റ്റ് ഇവൻച്വലി 2024 സ്റ്റാർട്ടിങ് ആ ന്യൂ ഇയർ ദിവസം തന്നെ സംഭവിച്ചു ജപ്പാനിൽ. അതൊരു വലിയ രീതിക്കുള്ള എർത്ത് ക്യൂക്ക് ആയിരുന്നു. ആൻഡ് ടെക്നോളജിക്കൽ ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ, VR ബോക്സ്, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ക്രേസി ആയിട്ടുള്ള തോന്നിയ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഏതാണ് ഏറ്റവും ക്രേസി ആയിട്ട് തോന്നിയ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അത് എനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഇതുപോലുള്ള നിറയെ വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു ബൂസ്റ്റ് ആയിരിക്കും അത്. ആൻഡ് ലൈക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു കൈൻഡ് ഓഫ് ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും അടുത്ത വീഡിയോസിനെ കുറിച്ച് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി അടുത്തൊരു വീഡിയോ, നിങ്ങൾ പറഞ്ഞ വീഡിയോ എന്തായാലും ഇടും, ബിക്കോസ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വന്ന് കാണാം. അതുവരെ ബൈ.